ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ രണ്ടാമത്തെ പാഠം നമ്മൾ പകുതി പഠിച്ചായിരുന്നല്ലേ. എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? അമ്മ. ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ. അപ്പോഴേ ആ പാഠത്തിലെ ടീച്ചറ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണേ. നിങ്ങൾ പറയൂല്ലേന്ന് അറിയണ്ടേ? അമ്മ എന്താണ് മുറിച്ചത്? വെരി ഗുഡ്. അമ്മ എന്താണ് പരത്തിയത്? അട. ആരാണ് വന്നത്? ആരാണ് അട തിന്നത്? രമ. അട ചുട്ടതാരാണ്? അമ്മ. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലെ വർക്കുകൾ നോക്കാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ. അപ്പോൾ നമ്മുടെ പാഠത്തിലുള്ള വാക്കുകളാണ് അവിടെ ഉള്ളതല്ലേ. ആദ്യത്തെ വാക്ക് എന്താണ്? അമ്മ. അപ്പൊ നമ്മുടെ പാഠത്തില് അമ്മ എന്ന വാക്കിന് എന്ത് വരയ്ക്കണം? വട്ടം വരയ്ക്കണം. അടുത്ത വാക്ക് എന്താണ്? അരി. അടുത്ത വാക്ക് വായിച്ചേ. അട. ഇല. വന്നു. രമ. മുറി. മുറിച്ചു. ഈ വാക്കുകൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വട്ടം വരയ്ക്കണം. അടുത്തത് എന്താണ്? വരച്ച് യോജിപ്പിക്കാം. അവിടെ രണ്ട് ഭാഗത്തായിട്ട് വാക്കുകളുണ്ടല്ലേ. ആദ്യത്തെ ഭാഗത്തുള്ള വാക്കുകൾ നമുക്ക് വായിക്കാം. ഏതാണ്? അമ്മ, അരി, ഇല. ഇപ്പുറത്തെ വശത്ത് എന്തൊക്കെ വാക്കുകളാണുള്ളത്? വന്നു. അപ്പോ അമ്മ വന്നു എന്ന് പാഠത്തിൽ ഇട്ടിട്ടുണ്ടല്ലേ, അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അരിയുമായി ചേരുന്ന വാക്ക് അരി പൊടിച്ചു. വെരി ഗുഡ്. അട അട ചുട്ടു. അവിടെ പരത്തി എന്നൊരു വാക്കില്ലല്ലോ. അപ്പോ അട ചുട്ടു. ഇല മുറിച്ചു. വെരി ഗുഡ്. ഇനി അടുത്ത വർക്ക് എന്താണ്? താഴേക്ക് നോക്കിക്കേ. ചിത്രത്തിന് ചുവടെ പൂരിപ്പിക്കാം. അവിടെ ചിത്രം ഉണ്ടല്ലേ. ഒന്നാമത്തെ ചിത്രം എന്താണ്? അമ്മ. അപ്പോ അവിടെ ഉമ്മ എന്ന അക്ഷരമുണ്ടല്ലേ. ഏത് അക്ഷരമാണ് വിട്ടുപോയത്? ആ എന്ന അക്ഷരം അവിടെ എഴുതൂ. അടുത്ത എന്താണ്? അടുത്ത ചിത്രം എന്താണ്? ഇല. ഏത് അക്ഷരമാണ് അവിടെ ഉള്ളത്? ഇ. ഇല്ലാത്ത അക്ഷരം ഏതാണ്? ല. ഇല എന്ന് എഴുതണം അല്ലേ. അടുത്തത് എന്തിന്റെ ചിത്രമാണ്? വട. അവിടെ ഏത് അക്ഷരമാണുള്ളത്? വ ഉണ്ട്. ഇല്ലാത്ത അക്ഷരം ഏതാണ്? ഡ. ഡ എന്ന് എഴുതുമല്ലോ. ഓക്കെ. അടുത്ത പടം ഏതാണ്? അരണയുടെ ചിത്രമാണല്ലേ. ഏത് അക്ഷരം ഉണ്ട് അവിടെ? ആ എന്ന അക്ഷരമുണ്ട്. ന എന്ന അക്ഷരമുണ്ട്. നടുക്കൊരക്ഷരം വിട്ടുപോയി അല്ലേ. ഏതക്ഷരമാണ്? ര. വെരി ഗുഡ്. അടുത്ത പേജില് എന്താണുള്ളത്? യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വാക്യം എഴുതൂ. അവിടെ നോക്കിക്കേ. ഓരോ വാക്യത്തിലും അക്ഷരങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടല്ലേ. ആ താഴെ കുറേ അക്ഷരങ്ങൾ കണ്ടോ? ഏതൊക്കെ അക്ഷരങ്ങൾ ഉള്ളത്? ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ര, ആ, ല, ദ അല്ലേ. അപ്പോ നമുക്ക് അതിൽ ചേരുന്ന അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് ആ വാക്യം പൂരിപ്പിക്കാം. ഡാഷ് മ. ഏതക്ഷരായിരിക്കും? അമ്മ ഈ ഡാഷ് മുറിച്ചു. ഈ കഴിഞ്ഞൊരക്ഷരം മിസ്സിംഗ് ആണല്ലേ. ഈ കഴിഞ്ഞുള്ള അക്ഷരം വിട്ടുപോയത് ഏതാണ്? ല. അപ്പൊ ആ വാക്യം എങ്ങനെ വായിക്കാം? അമ്മ ഇല മുറിച്ചു. വെരി ഗുഡ്. അടുത്ത വാക്യം നോക്കിക്കേ. ആ ഡാഷ് കഴിഞ്ഞു ഒരു ഈ ചിഹ്നം ഉണ്ടല്ലേ. അപ്പൊ അവിടെ ഏത് അക്ഷരമായിരിക്കും വരിക? ര. വെരി ഗുഡ്. ഏത് വാക്കായിരിക്കും? അരി. അരി പൊടിച്ചു. വാക്യമാകുമ്പോൾ
അരി പൊടിച്ചു. ഓക്കെ, അടുത്ത ഏതാണ്? ഈ കഴിഞ്ഞിട്ട് ഒരു വാക്ക് വിട്ടുപോയല്ലോ. ലായാണല്ലേ. ലാ അവിടെ എഴുതുമല്ലോ. അപ്പൊ അത് വാക്യം വായിച്ചേ. ഇല കഴിഞ്ഞെങ്ങനെയാ വായിക്കുന്നത്? ഇലയിൽ കഴിഞ്ഞ ഒരു അക്ഷരം വിട്ടല്ലോ. അട. വായിച്ചോളൂ. ചുട്ടു. ആ വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. അമ്മ ഇല മുറിച്ചു, അരി പൊടിച്ചു, ഇലയിൽ അട ചുട്ടു. ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.